അടുത്ത മാസം നമുക്ക് കുറുക്കന്റെ കല്യാണത്തിനുണ്ടേ. ആ പിന്നെ പോണ്ടേ? എടാ നിങ്ങൾ എപ്പോഴാ ഇറങ്ങുന്നേ? ഞാനും വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം മുന്നേ ഇറങ്ങ, അപ്പൊ നിനക്ക് കല്യാണം കൂടാൻ പറ്റും. എന്നാലും സംശയമാടാ. അയ്യോ ഞാൻ ഇവിടെ എത്തിയതല്ലോ. ശരിയെന്നാ ഞാൻ പോവാ. എനിക്ക് 4 മണിക്ക് മായക്കണ്ണം കാണാനുള്ളതാ. നീ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 8 മണിയുടെ ജാക്കി ചെയ്യാൻ തുടങ്ങും. എന്തു പറ്റി മക്കളെ? മടുത്തു മുത്തശ്ശി, എല്ലാരും എന്നെ കളിയാക്കുക. എന്തിനാ? ഞാൻ പതിയെ പോകത്തുള്ളന്ന്, എനിക്ക് സ്പീഡ് ഇല്ലെന്ന്. മുത്തശ്ശിക്ക് അറിയാമോ, എന്നെ സ്ലോമോ എന്നാ ക്ലാസ്സിൽ വിളിക്കുന്നത്. മോന് മാത്രമല്ലല്ലോ, മോന്റെ അച്ഛനും നമ്മളെല്ലാരും ഇങ്ങനെ അല്ലയോ? അതാ മുത്തശ്ശി ഞാൻ ചോദിച്ചത്, എന്താ ഞാനും അച്ഛനും മുത്തശ്ശനും എല്ലാരും ഇങ്ങനെ ആയി പോയത്? മോനെ അത് പണ്ട് ഈ കാട്ടില് ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിവുള്ളവരായിരുന്നു നമ്മള്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വൃദ്ധൻ തിരുമേനി വഴിയിലൂടെ പതിയെ നടന്നു പോകുമായിരുന്നു. മോന്റെ മുതുമുത്തച്ഛനെ ആ വൃദ്ധനെ കളിയാക്കി. അതില് കോപം കൊണ്ട വൃദ്ധനെ മോന്റെ മുതുമുത്തച്ഛനെ ശപിച്ച്, നിന്റെ വേഗത കൊണ്ടുള്ള അഹങ്കാരം ഇതുകൊണ്ട് നിൽക്കും, നാട്ടിലെ ഏറ്റവും വേഗത കുറഞ്ഞ ജീവിയായി മാറും എന്നായിരുന്നു ആ ശാപം. കുറച്ചു കഴിഞ്ഞാണ് മുത്തച്ഛന് മനസ്സിലായത് വൃദ്ധന്റെ വേഷത്തിൽ വന്നതേ ഒരു മഹർഷിയായിരുന്നെന്ന്. മതി മുത്തശ്ശി, മുത്തശ്ശിയുടെ പുളുക്കഥ. ഈ കളിയാക്കലിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞാ മുത്തശ്ശി. എടാ കുട്ട, ഞാൻ പറഞ്ഞു തന്നാ മതിയോ? മുത്തച്ഛൻ പറഞ്ഞ. എടാ, നിനക്ക് അടുത്ത മാസം 18 വയസ്സ് തികയും. അത് കഴിഞ്ഞ് ലൈസൻസ് എടുത്താ നിനക്ക് ഞാൻ കാറ് മേടിച്ചു തരാടാ. അതാവുമ്പോ നിനക്ക് സ്പീഡിൽ അങ്ങ് പൊക്കൂടെ. അത് ശരിയാ, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലല്ലോ. അതിന് ഞാൻ നിന്നെ ഒരിടത്ത് വിടാം. അവിടെ പോയി കഴിഞ്ഞാൽ നീ കാറല്ല ഹെലികോപ്റ്റർ വരെ ഓടിക്കാൻ പഠിക്കും. അതേതാ സ്ഥലം? പങ്കജാശന്റെ ഡ്രൈവിംഗ് സ്കൂൾ. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര് അമലരണ. ചെറുക്കനെ ഒരു നല്ല ഡ്രൈവറാക്കി എനിക്ക് തിരിച്ചു തരണം. എന്നെ അറിയാലോ, അത് ഞാൻ ഏറ്റ്. അപ്പൊ ശരിയെന്നാ, വാടാ. അതിന് ഇയാൾ ഇവനെ കൊണ്ട് അവിടെ പോന്ന്? ഓ, അത് ഞാൻ മറന്നുപോയി. നീ ഇവിടെ ഇരുന്നോ. ശരിയെന്നാ. കുട്ടികളെ ശ്രദ്ധിക്കൂ. കൊച്ചുമോനെ, നീ പറ, എന്തുകൊണ്ടാണ് നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് തോന്നിയത്? അത് നീ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 8 മണിയുടെ ജാക്കി ചെയ്യാൻ തുടങ്ങും. നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം മുന്നേ ഇറങ്ങ, അപ്പൊ നിനക്ക് കല്യാണം കൂടാൻ പറ്റും. നിനക്കോടാ ആമേ? അത് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വീട്ടോട്ട് പോകുമായിരുന്നു. അതേസമയം എൻ്റെ വീട്ടിനടുത്തുള്ള മുയൽ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഓട്ട മത്സരത്തിന് തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ വരില്ലെന്ന് തീർത്തു പറഞ്ഞു. പക്ഷെ അവൻ എന്നെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ വാക്ക് കേട്ട് പ്രകോപിതനായി ഞാൻ ഓട്ട മത്സരത്തിന് തയ്യാറായി. അങ്ങനെ ഓട്ട മത്സരം ആരംഭിച്ചു. അവൻ തന്നെ ഓടി ആദ്യം പോയി. പക്ഷെ പണ്ടത്തെ കഥയുള്ള പോലെ മുയൽ എല്ലായിടത്തും കിടന്നുറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പതിയെയാണ് പോയതും. പക്ഷേ ആ കഥ ആ തെണ്ടി മുയൽ വായിച്ചിരുന്നു. അവൻ എങ്ങും നിന്നില്ല. അവൻ ഓടി ഫിനിഷിംഗ് ലൈനിലെത്തി. എല്ലാവരും കൂടെ എന്നെ കളിയാക്കി. അന്ന് ഞാൻ തീരുമാനിച്ചതാ. കൊള്ളാം. നീ എവിടെ ആയിരുന്നേ? അത് ഞാൻ ചന്തയിൽ പോയിട്ട് വരുമായിരുന്നു. എന്നിട്ട് നീ പിന്നെ ഓർത്തെടുത്തിട്ട് പറഞ്ഞാൽ മതി. കുട്ടികളെ, ഇന്ന് നമ്മൾ സൈൻ ബോർഡുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ സൈൻ ഏതാന്ന് ആർക്ക് പറയാൻ പറ്റും? എന്താ എല്ലാവർക്കും എന്തോ പറ്റി? ആശാനെ, അന്ന് ഈ ചൂണ്ട തൊണ്ടേ കുരുങ്ങിയ കടവിലെ കിങ്ങിണി മരിച്ചത്. എടാ മണ്ട, ഇത് ചൂണ്ടയല്ല, നോ യു ടേൺ സിഗ്നലാ. അതായത് യു ടേൺ തിരിയരുതെന്ന്. അപ്പൊ അതല്ലായിരുന്നു. ഈ സൈൻ ഏതാന്ന് ആര് പറയും? ഇലുമിനാറ്റി. ഇലുമിനാറ്റിയോ? ഈശ്വര. അപ്പൊ ഇതോ? ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? ആരെ? ഇത് അണലിയല്ലേ? ഇത് അണലിയും ചേരയൊന്നും അല്ല, ഇതാണ് വൈൻഡിങ് റോഡ് സിഗ്നൽ. അതായത് മുന്നോട്ട് ഷാർപ്പായിട്ടുള്ള വളവും തിരിവും ഉണ്ടെന്ന് ഡ്രൈവർമാരെ അലർട്ട് ചെയ്യുന്ന ഒരു സിമ്പലാണിത്. പിന്നെ ഇതേ ഇലുമിനാറ്റി ഒന്നും അല്ല, ഗീവ് വേ സൈനാണ്. എന്റെ ദൈവമേ, നീ മണ്ടന്മാരെ കൊണ്ട് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും?
ആശാനെ മറന്നു പോയോണ്ടല്ലേ? അപ്പൊ ഗിയർ ചവിട്ടിയിട്ട് വേണം ക്ലച്ച് ഇടാൻ അല്ലേ? മോനെ, ഞാൻ എത്രാമത്തെ വട്ടോടാ നിനക്ക് പറഞ്ഞു തരുന്നത്? ആ അപ്പൊ ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്ന വലത്തോട്ടാണോ ഇടത്തോട്ടാണോ? ഇറങ്ങടാ. നല്ല കുരുത്തമുള്ളവന്. മോനെ, അതുകൊണ്ട് അതാണ് ആക്സിലേറ്റർ. അതിൽ ചവിട്ടിയാൽ വണ്ടി സ്പീഡിൽ പോകും. ആക്സിലേറ്ററിന്റെ ഇപ്പുറത്തുള്ളത് ബ്രേക്ക്. അതിൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയും. ആശാനെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചവിട്ടിയാലോ? രണ്ടും കൂടെ ഒരുമിച്ച് ചവിട്ടിയാൽ വണ്ടി സ്ക്രീൻഷോട്ട് എടുക്കും. എന്തുവാടാ ഇത്? ഇതെന്റെ തോടാ ആശാനെ. അവന്റെ തോട് അടുത്തോ വാടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്. ക്ലച്ച് ചവിട്ട്. ഫസ്റ്റ് ഗിയർ ഇട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്. ഇനി ക്ലച്ച് പയ്യെ റിലീസ് ചെയ്. ആഹാ, ക്ലച്ച് വാങ്ങി പതുക്കെയുള്ള വണ്ടി എടുത്തത്. വണ്ടി ഇടിച്ചു നിന്നതും ഇല്ല. എടാ ഒച്ച, നീ ഇതെങ്ങനെ? എന്റെ പേര് ഒച്ചെന്നാ. ഇതിൽ സ്പീഡിൽ കാലെടുക്കാനാ എനിക്ക് പറ്റാത്തത്. കൊള്ളടാ മോനെ, ദാണ്ടിരിക്കുന്ന രണ്ടെണ്ണം. അമ്പത്തൊന്ന്, 52, 53. Come on, come on. Come on. വാ, പറ്റും, നിന്നെ കൊണ്ട് പറ്റും. Come on, പറ്റും. Come on. പറ്റും. പോ. Come on. പറ്റും. പറ്റും. Come on. ഞാൻ അപ്പോഴേ പറഞ്ഞു 50 കൂടെ എണ്ണ അടിക്കാന്ന്. ഞാൻ ഓടിപ്പോകാൻ പോവാ. മുഹൂർത്തത്തിന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. വരുന്നോ? എന്തുകൂടെ നിന്റെ കാറാന്നോ? ആന്നടാ, പുതിയതാ. ബാ കേറ്. വേണ്ട, കാർ ഓടിച്ചാലും നീ പെതുക്കായിരിക്കും പോകുന്നത്. എന്തായാലും കല്യാണം കാണാൻ പറ്റൂല. നല്ല ഇടിമഴയും വരുന്നുണ്ട്. ഇവന്റെ കൂടെ കയറി പോയാൽ നമുക്ക് നനയാതെ പോവാം. പോയാലോ? എന്നാ വാ പോവാം. സീറ്റ് ബെൽറ്റ് ഇട്. ഇനി ഇഴഞ്ഞു പോകാനല്ലേ സീറ്റ് ബെൽറ്റ് ഇടാൻ. കൊല്ലല്ലേ, അയ്യോ എന്തു പറ്റിയടാ? കല്യാണം കഴിഞ്ഞോടാ? ഇല്ലടാ, മുഹൂർത്തത്തിന് 2 മിനിറ്റ് കൂടെ ഉണ്ട്.